ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹൃദ്യാസ് വ്ളോഗ്സ്. വീഡിയോ എന്ന് പറയുന്നത് ഡൽഹിയിലെ ലാസ്റ്റ് ഡേയും പാർട്ട് 4ഉം ഡേ 4ഉം ആണ്. സോ ഞങ്ങൾ ഇന്നൊരു ദിവസം കൂടെ ഇവിടെ ഉള്ളൂ. ആൻഡ് ദെൻ ഞങ്ങൾ ഇന്ന് രാത്രി തിരിക്കുകയാണ് ബാക്ക് ടു ഹോം. ആക്ച്വലി ഇന്നലെയൊക്കെ ആയപ്പോൾ വീട്ടിൽ എത്തിയാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ നിന്നത്. കാരണം ഭയങ്കര തണുപ്പാണ്, ഭയങ്കര തണുപ്പാണ്. ഇപ്പോഴും തണുപ്പിന് ഒരു കുറവുമില്ല. ഞാൻ ഇതിൻ്റെ അടിയിൽ ടീഷർട്ട് ജാക്കറ്റ് ഇങ്ങനെയാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ മുഖത്ത് നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ കാണാൻ പറ്റും, അവിടെ ഇങ്ങനെ വെള്ള കളറിൽ പൊരിഞ്ഞിരിപ്പുണ്ട്. ഞാനാണെങ്കിൽ മോയ്സ്ചറൈസർ ഇന്ന് വരെ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ മോയ്സ്ചറൈസർ ഇടുന്നതിന് കയ്യും കണക്കില്ലാത്ത രീതിയിലാണ് ഞാൻ മോയ്സ്ചറൈസർ ഇടുന്നത്. ലിബാമൊക്കെ വറ്റി എൻ്റെ മറ്റേ ഇതിൽ. അങ്ങനെ ഇവിടെ 2 ദിവസം കൊണ്ട് ഭയങ്കര തണുപ്പാണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള തണുപ്പാണ്. കാരണം നമ്മൾ ഇത്രയും ദിവസമായിട്ട് വന്നിട്ട് നമുക്ക് മീഡിയം തണുപ്പ് ഓക്കെ തണുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ദെൻ ഇന്നലെയൊക്കെ ആയപ്പോൾ എൻ്റെ പൊന്നോ എന്തൊരു തണുപ്പാണെന്നറിയാവോ. ഇന്നലെ ഞാൻ കുറച്ച് പേഴ്സണൽ ടൈം എടുത്തു. കാരണം നമുക്ക് എപ്പോഴും ഈ വ്ളോഗിൻ്റെ പേരിൽ നടക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ ഞങ്ങൾ സ്വന്തമായിട്ട് ഇന്നലെ ഞങ്ങൾ കറങ്ങാനും കാര്യങ്ങളൊക്കെ പോയി. ആൻഡ് ദെൻ എൻ്റെ കസിൻ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ചേട്ടൻ വന്നു. ആൻഡ് നമ്മൾ ചേട്ടൻ്റെ കൂടെ റിപ്പബ്ലിക് ഡേ പരേഡും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പോയി. അപ്പോൾ ഇനി ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. ആൻഡ് ദെൻ ഞങ്ങളിപ്പോൾ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കസിൻസിനൊക്കെ ആയിട്ട്. എന്നാൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇന്നലത്തെ കാര്യമായിരുന്നു. ഇന്നലെ ഞങ്ങൾ റിപ്പബ്ലിക് ഡേ പരേഡ് കാണാൻ പോയി. ആൻഡ് ദെൻ വേറെ ഒരു പരിപാടി ഇല്ലായിരുന്നു. രാത്രി ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഇവിടെ ഉണ്ട്. സോ ആ അങ്കിള് ഞങ്ങളെ ഡിന്നറിന് വേണ്ടി അങ്കിളിൻ്റെ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2:30 ആയപ്പോൾ റിപ്പബ്ലിക് ഡേ പരേഡ് കഴിഞ്ഞ് ഇറങ്ങി. ഞങ്ങൾ 6 മണിക്ക് പോയി. 2:30 ആയപ്പോൾ റിപ്പബ്ലിക് ഡേ പരേഡ് കഴിഞ്ഞിറങ്ങി. ആൻഡ് ദെൻ അതിനുശേഷം ഞങ്ങൾ 3-3:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ എൻ്റെ ചേട്ടനെ കാണാൻ വേണ്ടി പോയി. ഇന്നലെ എൻ്റെ ചേട്ടനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ ഇന്നലെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടനെ ആഫ്റ്റർ ലോങ് ടൈം കണ്ടു എന്നും പറഞ്ഞിട്ട്. ചേട്ടൻ ഇന്നലെ കാണാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ചേട്ടൻ്റെ ഒരു പരിപാടി ഇന്നുണ്ട്. ചേട്ടൻ PM റാലിയിലുണ്ട്, പ്രൈം മിനിസ്റ്റർ റാലിയിൽ. സോ അതിൻ്റെ പരിപാടിയും ഇന്നാണ്. അപ്പോൾ ഇന്ന് അത് കാണാനായിട്ട് പോകണം. ആൻഡ് ദെൻ ഞങ്ങളിപ്പോൾ കസിൻസിന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ സ്വീറ്റ്സ് വാങ്ങിക്കാൻ പോവാണ്. കസിൻസിന് വേണ്ടി സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു, ലൈക്ക് ബാഗ് അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഇനി ഞങ്ങൾ സ്വീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. കസിൻസിൻ്റെ ബാഗ്, കമ്മൽ, കുറച്ചവർക്ക് ഡ്രസ്സ്, സൈസ് അറിഞ്ഞുകൂടാത്തവർക്ക് ഡ്രസ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറേ വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഞങ്ങളുടെ ഒരു വലിയ 25 കിലോ ഉള്ള ഒരു വലിയ പെട്ടി നിറച്ച് സാധനങ്ങളാണ്, ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിച്ച സാധനങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ കൊണ്ടുപോകുമെന്ന് അറിഞ്ഞുകൂടാ. ആൻഡ് ദെൻ നമുക്കിനി നമ്മൾ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ യൂബർ വരട്ടെ. ഓൾ മാർക്കറ്റിൽ ബംഗ്ലാദേശ് സ്വീറ്റ്സിലോട്ടാണ് പോകുന്നത്. എന്നെ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ആൻഡ് ഇന്നലെ ഞങ്ങൾ രസ്മലായി കഴിച്ചു. ഇൻസ്റ്റയിൽ ഞാൻ അതിൻ്റെയും സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ബംഗ്ലാദേശ് സ്വീറ്റ്സിലെത്തി. ഞാൻ ഒരു അബദ്ധം കാണിച്ച് ഓട്ടോ കയറിയപ്പോൾ ഞാൻ എൻ്റെ ഫോൺ വെച്ച് മറന്നിട്ട് വന്നു. അവസാനം യൂബർ ആയതുകൊണ്ട് നമുക്ക് ഫോൺ നമ്പർ കിട്ടും. സോ അങ്ങനെ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ആ ചേട്ടൻ നല്ല ചേട്ടനായതുകൊണ്ട് കൊണ്ടു തന്നു. ഞങ്ങളെല്ലാവരും തിരക്കിലാണ്. ഞാൻ എൻ്റെ ഫോണിൽ മറ്റേ ഡിജിയാത്രയുടെ ഇതെടുക്കാൻ നോക്കിയപ്പോഴാണ്, ബോർഡിംഗ് പാസ് കൺവേർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്, ഫോണില്ല എന്നുള്ളത് അറിഞ്ഞത്. ഗൈസ്, ഞങ്ങൾ ഗോൾഡ് സ്ട്രീറ്റിലുള്ള ബംഗ്ലാ സ്വീറ്റ്സിലാണ് വന്നത്. ഞങ്ങൾ രസ്മലായി കഴിച്ചു. ആൻഡ് ദെൻ ഈ ഒരു പിരമിഡ് ചോക്ലേറ്റ് കേക്കും കൂടെ ഞാൻ കഴിച്ചു. പിന്നെ നമ്മൾ ആവശ്യത്തിലധികം സ്വീറ്റ്സ് വാങ്ങിച്ചു. ഞങ്ങൾ 2 പെട്ടി നിറച്ച് സ്വീറ്റ്സ് ഉണ്ട് ഞങ്ങൾക്കിപ്പോൾ. സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് റൂമിൽ വന്ന് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ റിസപ്ഷനിൽ ലോബിയിൽ ഞങ്ങളുടെ പാക്ക് ചെയ്ത ബാഗും സാധനങ്ങളെല്ലാം കൊണ്ടുവച്ച് റൂമിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്ത് പേ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഞങ്ങൾ ഇനി ചേട്ടൻ്റെ പരിപാടിക്ക് വേണ്ടി പോവുകയാണ്. ഞങ്ങളിപ്പോൾ റാപ്പിഡോ വഴി പോകാനായിട്ട് നോക്കുകയാണ്. റാപ്പിഡോ അല്ലെങ്കിൽ യൂബർ. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഇതിൽ രണ്ടിലും ഒന്നീ യൂബറാണ് യൂസ് ചെയ്യാറ്, അല്ലെങ്കിൽ റാപ്പിഡോ ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ചേട്ടൻ്റെ പരിപാടി കാണാനായിട്ട് പോവുകയാണ്. കുറച്ച് ഇല്ല, കറക്റ്റ് ടൈമാണ്. ഞാൻ വിചാരിച്ച് ലേറ്റായെന്ന്.
പക്ഷെ കറക്റ്റ് ടൈമാണ്. ഈ ഗ്ലാസ് ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഡേ 3 ജൻപത് മാർക്കറ്റിൽ പോയി ഞങ്ങൾ. അതിൻ്റെ വീഡിയോ ഞാൻ വച്ചിട്ടില്ല, ബോറടിപ്പിക്കേണ്ടെന്ന് എഴുതിയിട്ട് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഇവിടെ നിന്ന് വാങ്ങിച്ച കണ്ണാടിയാണ് കേട്ടോ. ഞങ്ങൾ 3 പേരും വാങ്ങിച്ചു. റിപ്പബ്ലിക് ഡേ 3 വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഡേ 3 വീഡിയോ ഞാൻ നാളെ ഇടുകയുള്ളൂ ഡേ 3 വീഡിയോ. ആൻഡ് ദെൻ മറ്റന്നാൾ ഞാൻ ഡേ 4 വീഡിയോ ഇടാം. ഇപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ഡേ 3 വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളിത് കാണുന്നത്. പാർട്ട് 3 or 4 ആയിരിക്കും ഈ വീഡിയോ. സോ ഞങ്ങളിപ്പോൾ റാപ്പിഡോ അല്ല, ഇവിടെ വഴി കാണുന്ന ഒരു ടാക്സിയിൽ ഞങ്ങൾ പോവുകയാണ്. കേരള ഹൗസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് ടാക്സികളുണ്ട്. സോ ഞങ്ങൾ അതിൽ കയറിയിട്ട് പോവുകയാണ്. ഇതാണ് PM റാലി നടക്കുന്ന സ്റ്റേജ്. ഇത് NCC കരിയപ്പ പരേഡ് ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ടാണ്, പരേഡ് ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. അതിന് ഒരുപാട് സീറ്റ്സ് ഉണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ അറിഞ്ഞതെന്ന് വെച്ചാൽ പരിപാടി തുടങ്ങുന്നത് 4 മണിക്കാണ്, PM വരുന്നത് 4 മണിക്കാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ട് കേരള ഹൗസിൽ വീണ്ടും ഞങ്ങൾ ഒരു റൂം വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഞങ്ങളിതാ ഇവിടെ ഇരുന്ന് ഫുൾ പരിപാടി കാണുകയാണ്. ഈ പരിപാടി തീരുമ്പോൾ 6-7 മണിയാവും എന്നാണ് പറഞ്ഞത്. സോ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നത് 12 മണിക്ക് പരിപാടി തുടങ്ങി 3 മണിക്ക് തീരും എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് പറയുന്നത് ഇല്ല, ചേഞ്ച് വന്നു, 4 മണിക്ക് പരിപാടി PM വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. സോ ഇതാ PM വരുന്നതാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇവിടെ കുറേ പിള്ളേർ സ്റ്റാൻഡിങ് കണ്ടിജൻസ് അവിടെ അവരൊക്കെ നിൽപ്പുണ്ട്. ആൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫ്ലാഗ് കിട്ടിയിട്ടോ. സോ ഞങ്ങളിനി ഒരു ദിവസം കൂടെ ഇവിടെ ഉണ്ട്, ഡേ 5. അപ്പോൾ നമ്മൾ 4 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇത് ക്യാൻസലായി വന്നപ്പോൾ നമുക്ക് 5 ദിവസത്തെ ട്രിപ്പായി. സോ 5ാമത്തെ ദിവസത്തെ വീഡിയോയും വരുന്നുണ്ട്. ആൻഡ് PM ഇങ്ങനെ ഒരു റാലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതാണല്ലോ മെയിൻലി PM റാലി എന്ന് പറയുന്നത്. സോ നമ്മളുടെ PMൻ്റെ തൊട്ട് ബാക്കി നിൽക്കുന്നത് NCC നാഷണൽ കേഡറ്റ് കോർപ്സിൻ്റെ മെയിൻ ഹെഡായിട്ടുള്ള ആളാണ് PMൻ്റെ ബാക്കിൽ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒരു മിന്നായം പോലെ ഞങ്ങൾ ആ ചേട്ടനെ കാണാൻ പറ്റും. കാരണം ചേട്ടൻ ഈ പരേഡിലുള്ളതുകൊണ്ട് ചേട്ടൻ അധികം നേരം നമ്മുടെ അടുത്ത് നിൽക്കാനൊന്നും പറ്റില്ല. ചേട്ടൻ ജസ്റ്റ് ഒന്ന് വന്ന് ഒരു 2 ഫോട്ടോ എടുത്ത് ചേട്ടൻ ഓടുകയാണ് ചെയ്തത്. ഗൈസ്, ഇത് എൻ്റെ ചേട്ടൻ്റെ ന്യൂസ് വന്നതാണ് പത്രത്തിൽ. സോ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡേ 3 വീഡിയോ, അല്ല ഡേ 4 വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.